മൃഗങ്ങളുടെ ഗുരു ശരീരമാണ്, ലഘുവാണ് മനസ്സ്. നാം മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ മനസ്സ് ഗുരുവാകുമ്പോഴാണ് നമ്മൾ മനുഷ്യനാവുന്നത്. ശരീരം ലഘുവാ. നമുക്കിവിടെ മൂത്രയിക്കാൻ മുട്ടിയാൽ ഇവിടെ ഒന്ന് വയ്ക്കുക, നമ്മൾ മനസ്സ് പറയും ശരീരത്തോട് അനങ്ങാണ്ട് കിടന്നോ പേരിങ്കോട്ടല്ലേ, നിൽക്കാടാ, ഇത് കയ്യട്ടെ, എന്നിട്ട് ടോയ്ലറ്റ് പോവാ, പിടിച്ചു വെക്കും. കാമവികാരം ഉണരുമ്പോൾ അപ്പാട് പോയി കല്യാണം കഴിക്കുക, നിൽക്കട്ടെ 18 വയസ്സാവട്ടെ, കാത്തു നിൽക്കും ഇല്ലേ? കാത്തു നിൽക്കുന്നില്ലേ? കാരണം ശരീരത്തെ പിടിച്ചു കെട്ടുന്ന മനസ്സ്. ഈ ഗുരു ലഘുവും പക്ഷേ ആമയും മുയലും പന്തയം വെച്ച പോലെയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ കുട്ടികൾ കേട്ട കഥ എന്താ? ആമയും മുയലും പന്തയം വെച്ച കഥയാണ്. പുറപ്പെട്ടു, മത്സരം തുടങ്ങി. മുയൽ കുതിച്ചു പാഞ്ഞു, കുറേ അപ്പുറത്തി നോക്കുമ്പോൾ ആമ വളരെ പുറകിൽ. എന്തിന് ഞാനിങ്ങനെ സ്പീഡിൽ ഓടുന്നു? ആമ എത്താൻ കുറേ സമയമാവും, തൽക്കാലം ഒന്ന് വിശ്രമിച്ചിട്ടെല്ലാം പോവാം. മുയൽ വിശ്രമിച്ചു, ഉറങ്ങിപ്പോയി. ഉറക്ക് തെളിയുമ്പോഴേക്ക് ആമ അവിടെ എത്തിയിട്ട് സമ്മാനം വാങ്ങിയിരിക്കുന്നു. എന്നിട്ട് മാഷന്മാർ കുട്ടികളോട് പറയും, പരിശ്രമശാലികൾ വിജയിക്കും, അലസന്മാർ പരാജയപ്പെടും. ഈ കഥ പഴയ കഥ, നമുക്കതിനെ ഒന്ന് മാറ്റിപ്പിടിക്കാം. ഈ ആമയും മുയലും എന്താണെന്നറിയാവോ? ആമ നമ്മുടെ ശരീരവും മുയൽ നമ്മുടെ മനസ്സുമാണ്. നമ്മുടെ ശരീരം ആമയെപ്പോലെ മെല്ലല്ലേ വളരൂ. നമ്മൾ പ്രതീക്ഷിച്ച് വേഗത്തിൽ വളരൂല്ലല്ലോ. ഒരു പശു പ്രസവിച്ച് നോക്ക്, അതിൻ്റെ കുട്ടി അരമണിക്കൂർ കൊണ്ട് എഴുന്നേറ്റ് ഓടും. നിങ്ങളെ ആരെങ്കിലും പെറ്റിട്ട് അരമണിക്കൂർ കൊണ്ട് ഓടിയാ? 6 മാസം കഴിഞ്ഞിട്ടില്ലേ ദോശ മറിച്ചിടാൻ? ഒന്ന് കമിഴ്ന്ന് കിടക്കാൻ 6 മാസമായിട്ടില്ലേ? അംഗനവാടി പോകുമ്പോൾ 3 വയസ്സാവൂലേ? 3ാമത്തെ വയസ്സിൽ പശു പെറ്റിട്ടൊരമ്മയല്ലേ നമ്മളെ കുട്ടിയോ? ഇവിടെ SLCക്ക് A+ വാങ്ങിയിട്ട് സമ്മാനം വാങ്ങാൻ വന്ന കുട്ടികളുണ്ടല്ലോ, 15 വയസ്സായ കുട്ടികൾ. ഇവർ പശുവായിട്ടാണ് ജനിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 10ഉം 12ഉം പെറ്റിട്ടുണ്ടാവില്ലേ? നമ്മളെ കുട്ടികൾ കൊച്ചുമക്കളല്ലേ? നമ്മുടെ ശരീരം മെല്ലെ വളരൂ, പക്ഷെ മനസ്സ് മുയലിനെ പോലെ കുതിച്ചു പായും. എന്തെല്ലാം ചിന്തിക്കുന്നു, എന്തെല്ലാം പറയുന്നു, എന്തൊരു ബുദ്ധിയാ കുട്ടികൾക്ക്. പക്ഷെ പിന്നെ ഒരു പ്രശ്നം വരുന്നുണ്ട് കേട്ടോ. ഒരു നിശ്ചിത പ്രായം എത്തുമ്പോൾ നമ്മുടെ ഉള്ളിൽ വേറൊരാൾ കയറിക്കൂടും. അന്നേരം നമ്മുടെ മനസ്സാകുന്ന മുയൽ കിടന്നുറങ്ങുകയും ശരീരമാകുന്ന ആമ മനസ്സിനെ ഓവർടേക്ക് ചെയ്യുകയും ചെയ്യും. എപ്പോഴാ അത്? നമ്മുടെ ഉള്ളിലൊരാൾ കയറിക്കൂടുന്നൊരു കാലമുണ്ട്. വയലാർ രാമവർമ്മ അതിനെപ്പറ്റി ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ കണക്കെന്താണ്? ആ കണക്ക് ഞാൻ പാടാം, നിങ്ങൾക്ക് മനസ്സിലാവും ആ കണക്ക്. യേശുദാസ് പാടിയ പാട്ടാ. 200 പൗർണമി ചന്ദ്രികകൾ, 200 പൊന്നരയന്നങ്ങൾ, കുളിരുമായി നിന്റെ കൗമാരത്തിൻ്റെ കിളിവാതിൽ കിരുകിരെ തുറന്നു നോക്കി. എന്താ 200ൻ്റെ കണക്ക് അറിയാവോ? 200 പൗർണമി ചന്ദ്രികകൾ എന്താ കണക്കറിയാവോ? ആർക്കും അറിയില്ല. ആ പാട്ട് കേട്ടവരെ മനസ്സിലാക്കിയില്ലല്ലേ? 1000 പൂർണ്ണയന്ത്രന്മാരെ കാണുമ്പോൾ 84 വയസ്സാവും. 200 പൂർണ്ണയന്ത്രന്മാരെ കാണുമ്പോൾ 17 വയസ്സാവും. മധുര 17കാരി. 17 വയസ്സിലാണ് പണ്ട് കൗമാരം തുടങ്ങിയത്. ഇപ്പം 17 കാക്കുന്നില്ല. കാരണം അന്നത്തെ ഭക്ഷണവും ഇന്നത്തെ ഭക്ഷണവും വ്യത്യാസമുണ്ട്. അന്ന് മര്യാദയ്ക്ക് വെളിച്ചെണ്ണയോ തേങ്ങയോ ഉള്ളൊരു ഭക്ഷണം കിട്ടുമോ? ഉച്ചക്കെന്താ മോനെ കറി? ചക്കക്കുരും വെള്ളരിക്കും ഓലൻ. രാത്രിയോ വെള്ളരിക്കും ചക്കക്കുരു ഓലൻ എന്ന് പറയുന്ന കാല. ഇപ്പോഴോ എത്രയാ തേങ്ങ, എത്രയാ വെളിച്ചെണ്ണ, എത്രയാ ഇറച്ചി, എത്രയാ മീൻ തിന്നുന്നതല്ലേ? നമുക്കെല്ലാം പല പേരുണ്ടെങ്കിലും മരിച്ചാൽ നമുക്കൊരു പേരല്ലേ ഉള്ളൂ. എന്താ അത്? ശവം അല്ലെങ്കിൽ മയ്യത്ത്. എന്നാൽ കോഴിക്ക് മരിക്കുന്നവരെ ഒരു പേരേ ഉള്ളൂ. പക്ഷേ മരിച്ചാലെന്തൊരു ഭാഗ്യം, 28 പേരുണ്ട്. ചിക്കൻ കബാബ്, ചിക്കൻ കടായി, പെപ്പർ ചിക്കൻ, ജിഞ്ചർ ചിക്കൻ, ചിക്കൻ 65, ചിക്കൻ പറഞ്ഞടിച്ച് ഇത് മുഴുവൻ പിള്ളേർ തിന്നല്ലേ? തിന്ന് ഹോർമോൺ അങ്ങ് ഉണരുക. 12 വയസ്സിൽ പെൺകുട്ടി ഋതുമതിയാവുന്നു. ആൺകുട്ടി UP സ്കൂൾ പഠിക്കുന്ന ചെക്കൻ പ്രപ്പോസ് ചെയ്യുന്നു. കാരണം അവൻ്റെ ഉള്ളിൽ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ മനഃശാസ്ത്രമാണ് ഞാൻ പറയുന്നത്. ഒരു മനുഷ്യന്റെ സകലമാന ചലനങ്ങളെയും നിയന്ത്രിക്കുന്നത് അവന്റെ ലൈംഗിക ഹോർമോണുകളാണ്. ഇത് കയറി പിടിക്കുക നമ്മളെ. ഇത് കയറി പിടിച്ചാൽ ചില കുട്ടികൾക്ക് നിങ്ങൾക്ക് തന്നെ തോന്നില്ലേ, ഞാനെന്തല്ല കളിക്കുന്നു, നിനക്കെന്നെ തിരിയുന്നില്ല എന്ന്? ഇതിൻ്റെ കാരണം നിങ്ങളെ നിയന്ത്രിക്കുന്ന, നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കുന്ന ശരീരമായിട്ട് ഈ ഹോർമോണുകൾ ഉണ്ടാവുകയാണ്. ആ സമയത്ത് മനസ്സുറങ്ങിയാൽ തീർന്നു. ആ സമയത്ത് ഏടുന്നെങ്കിൽ ഒരു ചെക്കൻ ചിരിച്ചു കാണിച്ചാൽ ചിരി കണ്ടാൽ അത് മതി, ഒരു മൊഴി കേട്ടാൽ അത് മതി, അടുത്ത സോള് പോയി. പോകുമ്പോൾ പോറ്റി വലുതാക്കി അച്ഛനെ കരയിച്ചിട്ട് അമ്മയെ കരയിച്ചിട്ട് പോലെ മോളെ എന്ന് പറയേണ്ട മനസ്സാകുന്ന മുയൽ ഉറങ്ങിപ്പോയി. അച്ഛൻ്റെ അമ്മേൻ്റെ സ്നേഹവും മറ്റുള്ളവരുടെ സ്നേഹവും തമ്മിലുള്ള വ്യത്യാസം അറിയാവോ? മറ്റെല്ലാവരും നമ്മളെ സ്നേഹിച്ചത് നമ്മളെ കണ്ടതിന് ശേഷം മാത്രമാണ്.
എന്നാൽ നമ്മളെ കാണുന്നതിന് മുമ്പ്, ജനിക്കുന്നതിന് മുമ്പ് സ്നേഹിച്ച രണ്ടേ രണ്ടാളാണ് അച്ഛനും അമ്മയും, അല്ലേ? നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങിയവരാണ് അവർ. അവരെ കരയിച്ചിട്ട് പോകല്ല മോളെ എന്ന് പറയോ? ഇല്ല, അതെല്ലാം മറക്കും. കാരണം നമ്മളെ മനസ്സ് മുയലുറങ്ങി. ആമ പോയി, കണ്ടോനൊന്നിച്ച് പോയിട്ട് 1 കൊല്ലം കഴിഞ്ഞിട്ട് ട്രോഫിയും വാങ്ങി വരും ആമ. ഒരു കുട്ടീനെല്ലാം എടുത്തിട്ട് വരൂല്ലേ? എൻ്റെ അമ്മയെ ഓൻ കഞ്ചാവാന്ന് ഇപ്പാ മനസ്സിലായി എന്ന് പറഞ്ഞ് വരും. കാരണം മനസ്സുറങ്ങി. അതുകൊണ്ട് മക്കളെ, എനിക്ക് നിങ്ങളോട് ഈ ഭക്ഷണം കുറക്കാൻ പറയാൻ പറ്റുമോ? ഇറച്ചി തിന്നണ്ടെന്ന് പറയാൻ പറ്റുമോ? ഒന്നും പറയാൻ പറ്റില്ല. നിങ്ങൾക്കുള്ള ഒറ്റൊരു മാർഗം എന്താ? നിങ്ങളുടെ മനസ്സുറങ്ങാൻ അനുവദിക്കരുത്. സംസ്കാരത്തിൻ്റെ മനസ്സ് നിങ്ങൾ പ്ലസ് ആക്കുക, മുന്നോട്ട് കുതിക്കുക. പ്രണയങ്ങൾ തെറ്റല്ല, പക്ഷെ പ്രണയം എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ള 90% പ്രണയങ്ങളും എന്താ? കാമമാണ്, പച്ചക്കാമമാണ്. ഞാൻ വെല്ലുവിളിക്കുക, ആത്മാർത്ഥമായ ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ എന്ന് പാട്ടുപാടുന്ന കുട്ടികളില്ല. ആ ശരീരത്തെ തൊട്ട് ഇടങ്ങാറാക്കൂല ഞാൻ. തരളക പോലങ്ങൾ നുള്ളി നോവിക്കാതെ തഴുകാതെ നോക്കി നിൽക്കുന്ന കാമുകനില്ല. നിന്നു ഞാനുമൊരന്യനെ പോൽ, വെറുമന്യനെപ്പോൾ നിൽക്കുന്ന കാമുകനില്ല. ഇപ്പൊ കാമുകനും കാമുകിയും കണ്ടാൽ പാടുന്ന എന്താ? കെട്ടിപ്പൂടി കെട്ടിപ്പൂടിടാ കണ്ണാളാ, കെട്ടിപ്പൂടി കെട്ടിപ്പൂടിടാ. പണ്ട് കാമുകനോടൊരു പെണ്ണ് ചോദിച്ചു, എല്ലാ ചങ്ങായി, നീ ആടിനെ മേയ്ക്കാൻ പോന്നല്ലേ? ഞാനും വരട്ടെ കാനന ചായയിലാടുമേയ്ക്കാൻ, ഞാനും വരട്ടെയോ നിന്റെ കൂടെ. അപ്പൊ അവൻ കിട്ടിയ ചാൻസ് നമുക്ക് ഉപയോഗിക്കാന്ന് വിചാരിച്ച് പോരെന്ന് പറഞ്ഞോ? ഇല്ല, പാടില്ല പാടില്ല, നമ്മൾ പാടേ മറന്നൊന്നും ചെയ്തുകൂടാ. പ്രേമം നിഷേധിച്ചിട്ടില്ല. നിന്നെയൊരിക്കൽ ഞാൻ കൊണ്ടുപോകാം, ഇന്നു വേണ്ടോ മലാളേ എന്ന് പറഞ്ഞിരുന്ന കാമുകനായിരുന്നു. ഇന്നോ അതേ ചോദ്യം പുതിയ കാമുകി ചോദിക്കുകയാണ്, ഞാനും വരട്ടെ ആടുമേയ്ക്കാൻ കാടിനുള്ളിൽ. മറുപടി എന്താ? ഒരു പുന്നാരേ അല്ലേ? കാരണം ഈ മനസ്സുറങ്ങി, ശരീരത്തിൻ്റെ ഹോർമോണാണ് നിങ്ങളെ നിയന്ത്രിക്കുന്നത്. നിങ്ങൾ അറിയുന്നില്ല കുട്ടികളെ, ചെറുപ്പക്കാരെ, നിങ്ങൾ അറിയുന്നില്ല. നിങ്ങളുടെ മനസ്സുറങ്ങുന്നത് കൊണ്ടാണ്. നിങ്ങൾ ഒരു ക്ലാസ് കേൾക്കാൻ താല്പര്യമില്ല, ഒരു പ്രസംഗം കേൾക്കാൻ താല്പര്യമില്ല, ആടെ പോയിട്ട് ഇത് മാന്താനേ താല്പര്യമുള്ളൂ. അതിൻ്റെ കാര്യം, നിങ്ങൾ മൃഗത്തിൻ്റെ ഗുരു ശരീരമായി മൃഗത്തിൻ്റെ അവസ്ഥയിലേക്ക് കൂപ്പുകുത്തി വീഴുന്നു എന്ന തിരിച്ചറിവുണ്ടാവുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിൻ്റെ ഇച്ഛാശക്തിയോടുകൂടി മുന്നോട്ട് കുതിക്കുക.